ഒരു കാര്യം ചോദിക്കട്ടെ? ഒരു പക്ഷെ ഞാൻ ബ്രേക്കപ്പ് ചെയ്താ നീ എന്തു ചെയ്യും? പെട്ടെന്ന് മരിച്ചു പോകുന്ന പോലെ എന്റെ ഹാർട്ട് അത്ര വീക്കൊന്നുമല്ല. എന്തെങ്കിലും ഒരു പുതിയ കാര്യം ഞാൻ പഠിക്കും. അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഞാൻ ഒരിക്കലും നിന്നെ വിട്ടു പോവില്ല. ഛേ, ഞാനിതെവിടെ വെച്ച്? ഒരു മിനിറ്റ്. ആ? എന്നെ കുറിച്ച് നിനക്ക് നന്നായിട്ട് അറിയാലോ. എടി, ഞാൻ നിന്നെ എന്റെ കെട്ടിയോളെ പോലെ വിചാരിച്ചോണ്ടിരിക്കുന്നേ. പക്ഷെ നീ എന്താണെന്ന് വെച്ചാ ഇപ്പോഴും എന്റെ ഗേൾ ഫ്രണ്ട് ആണെന്ന് വിചാരിച്ചോണ്ടിരിക്കുക. എന്റെ അമ്മേ, ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ. താങ്ക്സ്. അവസാനം മനസ്സിലാക്കി. ഇത് നോക്ക്, ഈ ഫാമിലി ലൈഫൊന്നും എനിക്ക് തീരെ യോജിക്കില്ല. അവനോട് ചാറ്റ് ചെയ്യരുത്, ഇവനോട് ചാറ്റ് ചെയ്യരുത്, ആ ഡ്രസ് ഇടരുത്, ഈ ഡ്രസ് ഇടരുത്, അവനോടൊപ്പം ബൈക്കിൽ പോവരുത്. ഈ വക റെസ്ട്രിക്ഷൻസ് ഒന്നും എനിക്ക് ഇഷ്ടമല്ല. പക്ഷേ ഇത് സ്റ്റാർട്ടിങ് നീ കെയറിംഗ് എന്നല്ലേ പറഞ്ഞത്? ഇപ്പൊ എന്താ ഇതിങ്ങനെ മാറിയേ? മാറിയത് ഞാനല്ല. പിന്നെ നിനക്കുള്ളിൽ എന്തിനാ ഇത്രയും മാറ്റം? അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇങ്ങനെ എപ്പോ നോക്കിയാലും റൂമിൽ അടച്ചിരിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. ഒരു പബ്ബിലേക്ക് പോവാൻ പാടില്ല, പാർട്ടിക്ക് പോവാൻ പാടില്ല, എപ്പോഴും വീട്ടിലിരിക്കണം. എനിക്ക് പറ്റില്ല. എനിക്കതിഷ്ടമല്ല. ഇങ്ങോട്ട് നോക്ക്, നിന്നെ വെളിയിൽ കൂട്ടിക്കൊണ്ടുപോയി കറങ്ങാൻ പറ്റില്ല. നിന്നെ എന്റെ വൈഫാണെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ നിങ്ങൾ വേറെ ആരെങ്കിലും അടുത്തും ഫോണിൽ സംസാരിക്കുന്നതോ ബൈക്കിൽ പോയാലോ ഉറപ്പായിട്ടും ഞാനത് ചോദിക്കുക തന്നെ ചെയ്യും. ഇങ്ങോട്ട് നോക്ക്, ഞാൻ നിന്റെ ഹസ്ബൻഡാ, ഞാൻ നിന്റെ ബ്രോക്കറൊന്നുമല്ല. ഓക്കെ? ഇത് നോക്ക്, യു ആർ ക്രോസിംഗ് യുവർ ലിമിറ്റ്. ഇതൊന്നും എന്നെ കൊണ്ട് സാധ്യമല്ല. നിന്റെ കൂടെ ഇരിക്കുമ്പോ നീ എപ്പോ എങ്ങനെ ബിഹേവ് ചെയ്യുമെന്ന് എനിക്ക് അറിയുന്നില്ല. പേടിച്ചിരിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് ബ്രേക്കപ്പ് ചെയ്യാം. ഞാൻ എന്റെ ലൈഫ് പുതിയതായി തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. പിന്നെ എന്തിനാ ഇവിടെ തന്നെ നിൽക്കുന്നത്? പൊക്കോ. ഇങ്ങോട്ട് നോക്ക് വിജി, നീ വിചാരിക്കുന്നുള്ളൂ നിന്റെ പുതുജീവിതം. നീ ഒരു പെണ്ണാണ്. നല്ല കണ്ണുകൊണ്ട് ആരും നിന്നെ കാണില്ല. പെണ്ണായ മാത്രം മതി. 90% ആമ്പിള്ളേരും അവരെടുത്തു വെക്കുന്ന ഓരോ അടിയും ബെഡ്റൂമിലേക്ക് തന്നെ ആയിരിക്കും. ജാഗ്രതയായിട്ടിരിക്കും. നീ എൻ്റെ കൂടെ ഇല്ലെങ്കിലും നിനക്ക് പേടിയുള്ള സമയത്തല്ല നിന്റെ കൂടെ തന്നെ ഇരുന്ന് ഞാൻ ധൈര്യം പകരും. നീ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് നിന്നെ ആശ്വസിപ്പിക്കാൻ ഞാൻ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാവുന്നുള്ളത് നീ മറന്നു പോകണ്ട. അളിയാ, എന്തിന് ഏതെന്നൊന്നും ചോദിക്കാതെ ഒരു സിഗരറ്റ് പാക്കറ്റ്, ഒരു ക്വാർട്ടർ ബോട്ടിൽ മേടിച്ച് എൻ്റെ വാതിൽപ്പടിയിൽ വെച്ചിട്ട് കോളിംഗ് ബെൽ അടിച്ചിട്ട് പോയേക്കടാ പ്ലീസ് ഡാ.
എന്തിനാടി ഇങ്ങനെ ചിരിക്കുന്നേ നീ? പ്രേമിക്കുമ്പോൾ നീയൊക്കെ 100 കഥയാ പറയുന്നേ. പക്ഷെ അങ്ങനെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞാൽ ഒന്നും പറയാതെ അങ്ങ് പോയിക്കും. നിങ്ങളെ ഒന്നും ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റത്തില്ല എൻ്റെ ദൈവമേ. ഛേ, എന്നെ വേണം പറയാൻ. ഞാനല്ലേ നിന്റെ പുറകെ വന്നത്. പ്രേമം പ്രേമം എന്ന് പറഞ്ഞ് നിന്റെ പുറകെ നടന്നു വന്നില്ലേ? എന്നെയൊക്കെ ചെരുപ്പ് കൊണ്ട് വേണം അടിക്കാനായിട്ട്. ഛേ, ആ. ഉം. ആ.